ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളെയും തൊഴിൽ വിജ്ഞാപനങ്ങളെയും നിങ്ങളിലേക്ക് എത്തിക്കുന്ന എംപ്ലോയ്മെന്റ് ന്യൂസിൻ്റെ ഏറ്റവും പുതിയൊരു അധ്യായത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ ആഴ്ചയിലെ പ്രധാന തൊഴിലവസരങ്ങളിലേക്ക്. ഇന്ത്യൻ നേവിയിൽ അഗ്നിവീർ അപ്രന്റീസ് ആകുവാൻ അവിവാഹിതരായ പുരുഷന്മാർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 4 വർഷത്തേക്കാണ് നിയമനം ലഭിക്കുന്നത്. 01/2027 02/2027 എന്നീ 2 ബാച്ചുകളിലേക്കാണ് പ്രവേശനം ലഭിക്കുന്നത്. വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞത് 50% മാർക്കോടെയുള്ള 10ാം ക്ലാസ് ജയവും ഇനി പറയുന്ന വിഷയങ്ങളിൽ ഏതിലെങ്കിലും 50% മാർക്കോടെയുള്ള AICTE അംഗീകൃത പോളിടെക്നിക്കുകളിൽ നിന്നുള്ള ത്രിവത്സര ഡിപ്ലോമയുമാണ്. വിഷയങ്ങൾ: എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ മറൈൻ എഞ്ചിനീയറിംഗ് ആൻഡ് സിസ്റ്റംസ്, മെക്കാനിക്കൽ, പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ്, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ്, പവർ പ്ലാന്റ് എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ, മെയിൻ്റനൻസ്, മെഷീൻ, മാനുഫാക്ചറിംഗ് അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് ടെക്നോളജി, മെക്കട്രോണിക്സ്, മെറ്റലർജി, ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ വിഭാഗത്തിൽ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് എന്നിവയാണ്. 2 ഘട്ടങ്ങളിലായാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇന്ത്യൻ നേവി എൻട്രൻസ് ടെസ്റ്റും, 2ാം ഘട്ടത്തിൽ ശാരീരിക ക്ഷമത പരിശോധന, എഴുത്തു പരീക്ഷ, മെഡിക്കൽ പരിശോധന എന്നിവയും നടത്തുന്നതാണ്. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്കായി joinindiannavy.gov.in എന്ന വെബ്സൈറ്റ് പരിശോധിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ 29. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൻ്റെ സബ്സിഡിയറി സ്ഥാപനമായ കർണാടകയിലെ മാൽപ്പയിലുള്ള ഉഡുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ എഞ്ചിനീയറിംഗ്, ഡെപ്യൂട്ടി മാനേജർ മെക്കാനിക്കൽ എന്നീ തസ്തികകളിലേക്ക് സ്ഥിര നിയമനത്തിനായി അപേക്ഷ ക്ഷണിച്ചു. ആകെ 5 ഒഴിവുകളാണ് ഉള്ളത്. അസിസ്റ്റന്റ് ജനറൽ മാനേജർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ 2 ഒഴിവുകളാണുള്ളത്. യോഗ്യത കുറഞ്ഞത് 60% മാർക്കോടെയുള്ള മെക്കാനിക്കൽ, നേവൽ ആർക്കിടെക്ചർ, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മറൈൻ എഞ്ചിനീയറിംഗിലെ ബിരുദമാണ്. ഓട്ടോക്യാഡ്, SAP, MS പ്രോജക്റ്റ്, MS ഓഫീസ് മുതലായ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിലുള്ള അറിവ് അഭികാമ്യമാണ്. പ്രായം 2026 ജൂൺ 30 50 വയസ്സ് കവിയാൻ പാടില്ല. ശമ്പളം 1,67,280 രൂപ. ഡെപ്യൂട്ടി മാനേജർ മെക്കാനിക്കൽ തസ്തികയിൽ 3 ഒഴിവുകളാണുള്ളത്. അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും മെക്കാനിക്കൽ, മറൈൻ അല്ലെങ്കിൽ നേവൽ ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗിലെ ബിരുദമാണ് വിദ്യാഭ്യാസ യോഗ്യത. അല്ലെങ്കിൽ കുറഞ്ഞത് 3 വർഷത്തെ മെക്കാനിക്കൽ, മറൈൻ അല്ലെങ്കിൽ ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ്. ഓട്ടോക്യാഡ്, SAP, MS പ്രോജക്റ്റ്, MS ഓഫീസ് മുതലായ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിലെ അറിവ് അഭികാമ്യമാണ്. പ്രായം 2026 ജൂൺ 30 35 വയസ്സ് കവിയാൻ പാടില്ല. 2 തസ്തികകളിലും പ്രവൃത്തി പരിചയം അത്യാവശ്യമാണ്. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്കായി www.cochinshipyard.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂൺ 30. വിനോദസഞ്ചാര വകുപ്പിൻ്റെ കോഴിക്കോട് മേഖലാ ഓഫീസിന് കീഴിലുള്ള ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസുകളിൽ ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് സ്റ്റാഫ്, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ്, കുക്ക്, അസിസ്റ്റൻറ്റ് കുക്ക്, റിസപ്ഷനിസ്റ്റ്, കിച്ചൺ മേറ്റി എന്നീ തസ്തികകളിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. 1 വർഷമാണ് നിയമന കാലാവധി. ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് സ്റ്റാഫ് തസ്തികയിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത പ്രീ ഡിഗ്രി അല്ലെങ്കിൽ +2 വിജയമാണ്. കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും 1 വർഷത്തെ ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് വിജയിച്ചിരിക്കണം. അല്ലെങ്കിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്നും ഫുഡ് ആൻഡ് ബിവറേജ് സർവീസിൽ 1 വർഷത്തെ ഡിപ്ലോമ വിജയിച്ചിരിക്കണം.
2 സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിന് മുകളിലുള്ളതോ ആയ ഹോട്ടലുകളിൽ വെയ്റ്റർ, ബട്ട്ലർ അല്ലെങ്കിൽ ക്യാപ്റ്റനായി കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് തസ്തികയിലേക്കുള്ള യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യമാണ്. കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷനിൽ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് വിജയിച്ചിരിക്കണം. അല്ലെങ്കിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്നും ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷനിൽ 1 വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ PG ഡിപ്ലോമ വിജയിച്ചിരിക്കണം. 2 സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിന് മുകളിലുള്ളതോ ആയ ഹോട്ടലുകളിൽ ഹൗസ് കീപ്പിംഗിൽ 6 മാസത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. കുക്ക് തസ്തികയിലേക്കുള്ള യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യവും കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഫുഡ് പ്രൊഡക്ഷൻ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ലെങ്കിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്ന് കുക്കറി അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്ഷനിൽ 1 വർഷത്തെ ഡിപ്ലോമയും 2 സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിന് മുകളിലുള്ളതോ ആയ ഹോട്ടലുകളിൽ കുക്ക് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് കുക്കായുള്ള കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. അസിസ്റ്റൻറ്റ് കുക്ക് തസ്തികയിലേക്കുള്ള യോഗ്യത SSLC അല്ലെങ്കിൽ തത്തുല്യവും കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഫുഡ് പ്രൊഡക്ഷൻ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് വിജയവുമാണ്. കുക്ക് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് കുക്കായി 1 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. റിസപ്ഷനിസ്റ്റ് തസ്തികയിലേക്കുള്ള യോഗ്യത പ്രീ ഡിഗ്രി അല്ലെങ്കിൽ +2 വിജയവും കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷനിൽ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് വിജയവുമാണ്. ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റായി കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. SSLC അല്ലെങ്കിൽ തത്തുല്യമാണ് കിച്ചൺ മേറ്റി തസ്തികയിലേക്കുള്ള യോഗ്യത. കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും 1 വർഷത്തെ ഫുഡ് പ്രൊഡക്ഷൻ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. കുക്ക് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് കുക്കായി കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയം നേടിയിരിക്കണം. എല്ലാ തസ്തികകളിലേക്കുമുള്ള പ്രായം 18 മുതൽ 40 വയസ്സ് വരെയാണ്. എഴുത്തുപരീക്ഷ, സ്കിൽ ടെസ്റ്റ്, ഇൻ്റർവ്യൂ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. തപാൽ മാർഗമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വിലാസം: ദി റീജിയണൽ ജോയിൻറ്റ് ഡയറക്ടർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം, റീജിയണൽ ഓഫീസ്, ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് കോമ്പൗണ്ട്, വെസ്റ്റ് ഹിൽ, കോഴിക്കോട് 673005. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 10. വെബ്സൈറ്റ് www.keralatourism.org. ഫോൺ 049523736862. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൽ പാരാമെഡിക്കൽ സ്റ്റാഫ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ്. ASI ഫാർമസിസ്റ്റ്, ASI എക്സ്റേ ടെക്നീഷ്യൻ, ASI ലാബ് ടെക്നീഷ്യൻ എന്നീ തസ്തികകളിലായി ആകെ 24 ഒഴിവുകളാണ് ഉള്ളത്. എഴുത്തുപരീക്ഷ, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് അഥവാ PST, ഡോക്യുമെൻറ്റേഷൻ, ബേസിക് വൊക്കേഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അഥവാ BVAT, മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവ മുഖേനയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ASI ഫാർമസിസ്റ്റ് തസ്തികയിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത +2 വിജയവും ഫാർമസിയിൽ ഡിപ്ലോമയോ അല്ലെങ്കിൽ ഡിഗ്രിയോ ആണ്. ഫാർമസിസ്റ്റ് രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. ASI എക്സ്റേ ടെക്നീഷ്യൻ തസ്തികയിലേക്കുള്ള യോഗ്യത +2 വിജയവും റേഡിയോഗ്രഫിയിൽ 2 വർഷത്തെ ഡിപ്ലോമയുമാണ്. ASI ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്കുള്ള യോഗ്യത +2 സയൻസ് വിജയവും മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിയിൽ 2 വർഷത്തെ ഡിപ്ലോമയുമാണ്. ശാരീരിക യോഗ്യത സംബന്ധിച്ച വിവരങ്ങൾക്കായി വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. എല്ലാ തസ്തികകളിലേക്കുമുള്ള പ്രായപരിധി 18 വയസ്സ് മുതൽ 28 വയസ്സ് വരെയാണ്. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 7. വെബ്സൈറ്റ് CISFRECTT.CISF.gov.in. ഈ ആഴ്ചയിലെ എംപ്ലോയ്മെൻറ്റ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.